എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും കൗമാരത്തിൻ്റെ യൗവനത്തിൻ്റെ പടവുകളിലൂടെ സഞ്ചരിക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ടവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട അനുജന, പ്രിയപ്പെട്ട അനുജത്തിമാരെ, സൂക്ഷിക്കണം കേട്ടോ. നിങ്ങൾ ജീവിക്കുന്ന ലോകം ചതിയുടെ വല്ലാത്ത ലോകമാണ്. മാതാപിതാക്കളുടെ ഭദ്രതയിൽ നിന്ന് നിങ്ങളെ അടർത്തിയെടുത്ത് സ്വാതന്ത്ര്യമാണ് ജീവിതത്തിൻ്റെ ആനന്ദകരമായ അനുഭൂതി എന്ന് വിശേഷിപ്പിച്ച് മാതാപിതാക്കളുടെ അവരുണ്ടാക്കിയ ആ നിയമത്തിൻ്റെ ചട്ടക്കൂടുകൾക്ക് പുറത്തേക്ക്, മതമുണ്ടാക്കിയ ചട്ടക്കൂടുകൾക്ക് പുറത്തേക്ക്, സമൂഹമുണ്ടാക്കിയ ഭദ്രതയുടെ മതിൽക്കെട്ടുകൾ ലംഘിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തിലേക്ക് നിങ്ങളെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടല്ലോ, സൂക്ഷിച്ചു നോക്കുക. കഴുകൻ കണ്ണുകരാണ് അവർക്ക്. ആ കഴുകൻ കണ്ണുകൾ കൊണ്ട് നിങ്ങളെ കൊത്തിവലിച്ചെടുത്ത് നിങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി കാതോർത്തു നിൽക്കുന്ന, അതിന് കാത്തിരിക്കുന്ന ഒരു ജനതയാണ്, ഒരു സമൂഹമാണ് നിങ്ങളെ ഈ ഭൂമി ലോകത്ത് ഏറ്റവുമേറെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളുടെ കൺവട്ടത്തു നിന്ന് പോലും നിങ്ങളെ അടർത്തിയെടുക്കുന്നത്. നോക്കൂ, നിങ്ങൾ 5 ആളുകളെ കൊന്നുകളഞ്ഞ ആ ചെറുപ്പക്കാരൻ്റെ വീട്ടിലെ ഒരു സങ്കടത്തിൻ്റെ കഥ നമ്മൾ കേട്ടല്ലോ. ഈ ചുറ്റിക കൊണ്ട് തലക്കുള്ള അടിയേറ്റാണ് ആ ഉമ്മ തളർന്നു വീണത്. തൻ്റെ മകൻ രൗദ്രമായ മുഖത്തോടുകൂടി ഉയർത്തിപ്പിടിച്ച ചുറ്റികയുമായി തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ആ ഉമ്മ കണ്ടതാണ്. ആ മകൻ്റെ ശക്തമായ കൈയും തൻ്റെ തലയിലേക്ക് വരുന്ന ആ ചുറ്റികയും തടയാൻ തൻ്റെ ദുർബലമായ കൈകൾ കൊണ്ട് ആ ഉമ്മ ശ്രമിച്ചതാണ്. പക്ഷേ തലക്കടിയേറ്റ് തല പൊട്ടി താഴെ വീഴുമ്പോൾ തൻ്റെ മകൻ്റെ അടി തടുക്കാൻ ആ ഉമ്മക്ക് സാധിച്ചിട്ടില്ല. ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രി കിടക്കയിൽ ആ ഉമ്മക്ക് ബോധം തെളിഞ്ഞപ്പോൾ നാട് മുഴുവനും കാത്തു നിന്നത്. ഇതിൻ്റെ കാരണം ആ ഉമ്മയുടെ ചുണ്ടിൽ നിന്നറിയാം. അല്ലാത്ത 5 പേരും മരിച്ചു പോയിട്ടുണ്ട്, ഉമ്മയാണ് ബാക്കിയായത്. എന്തിനാണ് ഈ മകൻ ഈ ക്രൂരത ചെയ്തത് എന്ന് ആ ഉമ്മയുടെ ചുണ്ടിൽ നിന്നറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന മാധ്യമ ലോകത്തോട്, എന്താണ് സംഭവിച്ചത് എന്നറിയാൻ കാത്തിരുന്ന പോലീസ് മേലധികാരികളോട് അവർ ചോദിച്ചു, ബോധം തെളിഞ്ഞ ഉമ്മയോട്, എന്താണ് സത്യത്തിൽ സംഭവിച്ചത്, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? മകൻ്റെ അടിയേറ്റാണ് താൻ വീണതെന്ന് പറഞ്ഞാൽ ഈ പോലീസുകാരുടെ മുമ്പിൽ തൻ്റെ മകൻ പ്രതിയാകുമോ എന്ന് പേടിച്ച ആ ഉമ്മ പറഞ്ഞ മറുപടി എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടതാണ്. ആ ഉമ്മ പറഞ്ഞത്, കട്ടിലിൽ നിന്ന് വീണിട്ടാണ് എൻ്റെ തലക്കു പറ്റിയത്, പരിക്കു പറ്റിയത്. കട്ടിലിൽ നിന്ന് വീണ് പരിക്കു പറ്റിയതാണ്. മകനെക്കുറിച്ചോ മകൻ്റെ അടിയെക്കുറിച്ചോ ആ ഉമ്മ പറഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഇത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? മാതാപിതാക്കളെ ഏറ്റവും വെറുക്കുന്നവരായി കണ്ട് മാതാപിതാക്കളുടെ ഉപദേശങ്ങൾക്ക് ചെറിയ വില പോലും കൽപ്പിക്കാതെ എൻ്റെ സകലമാന പ്രശ്നങ്ങൾക്കും കാരണം എൻ്റെ മാതാപിതാക്കളാണെന്ന് വിചാരിക്കുന്ന ചില മക്കളെങ്കിലും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാവാം. പ്രിയപ്പെട്ട മക്കളെ, ഈ ഭൂമിയുടെ മേലെ ആകാശത്തിന് കീഴെ നിങ്ങൾക്ക് വേണ്ടി ഇത്രത്തോളം വേദന സഹിച്ച, ത്യാഗം സഹിച്ച, കഷ്ടപ്പാട് സഹിച്ച, ഇന്നും ജീവിതത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും നിങ്ങളുടെ സുഖത്തിന് വേണ്ടി മാത്രം, നിങ്ങൾക്കറിയുമോ, ഒരു ബാപ്പ എന്നോട് പറഞ്ഞത്, എൻ്റെ മകൾക്ക് ഒരു കല്യാണം വന്നിട്ടുണ്ട്, മകൾ പ്രണയ കല്യാണമാണ്, എനിക്കൊരിക്കലും ഇഷ്ടമില്ലാത്ത ഒരു ചെറുപ്പക്കാരനെയാണ് അവൾ പ്രണയിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ മരിച്ചാലും ഞാൻ അവന് കല്യാണം കഴിച്ചു കൊടുക്കുകയില്ല, അവളെ കൊന്നാലും ശരി, ഒരുപക്ഷെ ഞാൻ ജയിലിലായേക്കാം, ഒരുപക്ഷെ എന്നെക്കുറിച്ച് നീ കേൾക്കുന്നത് ജയിലിലെത്തി എന്നാവാം, അപ്പോൾ നീ മനസ്സിലാക്കണം ഞാൻ അങ്ങനെ ചെയ്യുന്നത് എൻ്റെ മകളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് നീയെങ്കിലും മനസ്സിലാക്കണമെന്ന് കണ്ണുനീരോടുകൂടി എന്നോട് പറഞ്ഞ ആ സുഹൃത്ത് 2 ആഴ്ച കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ മകളുടെ കല്യാണം നടത്തിക്കൊടുക്കാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, പല കല്യാണത്തിൻ്റെ സദസ്സിലേക്കും നിക്കാഹിന് വേണ്ടി ചെല്ലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ ശ്രദ്ധയുണ്ടാവണം കേട്ടോ. നിക്കാഹിന് വേണ്ടി ചെല്ലുമ്പോൾ പൊന്നാര മകൻ്റെ കല്യാണ ദിവസം ഈ ഭൂമിയുടെ മേലെ ഏറ്റവുമേറെ സന്തോഷിക്കേണ്ടത് ആ മാതാപിതാക്കളാണ്. പക്ഷേ പല കല്യാണങ്ങൾക്ക് വേണ്ടിയും സദസ്സിലേക്ക് ചെല്ലുമ്പോൾ മാതാപിതാക്കളുടെ മുഖങ്ങൾ അത് വളരെയേറെ സങ്കടത്തിൻ്റെ മുഖങ്ങളാണ്, മേഘം മൂടിയ മുഖങ്ങളാണ്, സന്തോഷങ്ങളില്ല, ചിരികളില്ല, ആർഭാടങ്ങളില്ല. കാരണം എന്താണെന്നറിയുമോ? ജീവിതത്തിൽ ഹൃദയത്തെക്കാൾ സ്നേഹിച്ചു വളർത്തിയ പൊന്നാര മക്കളെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരുത്തൻ്റെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരു ബാപ്പ അനുഭവിക്കുന്ന നൊമ്പരം, ഒരു ഉമ്മ അനുഭവിക്കേണ്ട വേദന. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ചില പെൺകുട്ടികളൊക്കെ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ചോദിക്കാറുണ്ട്, എൻ്റെ ഇഷ്ടം അവൻ്റെ കൂടെ ജീവിക്കലാണെങ്കിൽ എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ ഇഷ്ടമാണ് പ്രധാനമെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾക്ക് അത് സമ്മതിച്ചു തന്നുകൂടാ എന്ന് ധാർഷ്ട്യത്തോടെ ചോദിക്കുന്ന ചില മക്കളെയൊക്കെ കാണാറുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ കരയുന്നതോ നിങ്ങളുടെ മനസ്സൊന്ന് വേദനിക്കുന്നതോ നിങ്ങൾക്കുണ്ടാകുന്ന ചെറിയ ഒരു പ്രയാസം പോലും താങ്ങാനാവാത്ത മക്കൾ നിങ്ങൾ കരഞ്ഞിട്ടും വീടിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ട് ആ ബന്ധത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയുമോ? ഇൻഷാ അല്ലാ
നിങ്ങളൊരു വിവാഹം കഴിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഏറെ വൈകാതെ നിങ്ങൾ തിരിച്ചറിയും, എൻ്റെ ബാപ്പ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ, എൻ്റെ ഉമ്മ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എന്ന് സങ്കടത്തോടു കൂടി പറയുന്ന ഒരു നാളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ. പിന്നെ ഒരിക്കൽ ഒരു മകൾ ഒരു ബാപ്പയോട് പറഞ്ഞത്രേ, ബാപ്പ മകൾ ഇഷ്ടപ്പെട്ട ഒരുത്തന് ബാപ്പ ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചു കൊടുത്ത് അവസാനം കുടുംബം താറുമാറായി. മകൾ വീട്ടിലേക്ക് വന്നപ്പോൾ ബാപ്പാൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആ മകൾ പറഞ്ഞു അത്രേ, ബാപ്പ ഈ ബന്ധത്തിൽ അപകടമുണ്ട് എന്ന് എനിക്ക് മുമ്പേ നിങ്ങൾ അറിഞ്ഞിരുന്നല്ലോ, അതുകൊണ്ടാണല്ലോ നിങ്ങൾ അത് കല്യാണം കഴിച്ചു തരികയില്ല എന്ന് പറഞ്ഞത്. നിങ്ങൾ രണ്ടടിയടിച്ച് എന്നെ വേദനിപ്പിച്ചിരുന്നുവെങ്കിൽ ബാപ്പ ഞാൻ ഈ കല്യാണം വേണ്ട എന്ന് പറയുമായിരുന്നല്ലോ, എന്തേ ബാപ്പ നിങ്ങൾ എന്നെ അടിക്കാഞ്ഞത് എന്ന് ബാപ്പയുടെ മുമ്പിലിരുന്ന് സങ്കടപ്പെട്ട് കരഞ്ഞ ഒരു മകളുടെ കഥയും ഞാൻ കേട്ടിട്ടുണ്ട്.